സൂപ്പർ അമ്മയും മകളും. ശ്വേതാജി സ്വാഗതം. സൂപ്പർ അമ്മയും മകളുടെ വേദിയിലേക്ക് നമ്മുടെ ഹോട്ട് സ്വീറ്റ് ശ്വേതാജിക്ക് സ്വാഗതം. അപ്പൊ ശ്വേതാജി, നമ്മൾ ഈ റിലേഷൻഷിപ്പ് റൗണ്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഈ റിലേഷൻഷിപ്പ് പറഞ്ഞപ്പോ ഈ നമ്മുടെ ഈ ഷോ തുടങ്ങിയപ്പോ ഒരു റിലേഷൻഷിപ്പ് നമ്മളും നമ്മളുടെ പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതെ, നമ്മളും നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ. അപ്പോ നമ്മൾ അതിൽ കുറെ വാഗ്ദാനങ്ങളും കുറെ പ്രോമിസസും കുറെ റിക്വസ്റ്റുകളും കുറെ പ്രോമിസ് നമ്മൾ നിറവേറ്റി. ഷീന ചേച്ചിയുടെ അമ്മയെ കൊണ്ടുവന്നു, വിദ്യ. യെസ്, Will you marry me? നമസ്കാരം. യോ കമാൺ ഗൈസ്, ഞാൻ ലിബിൻ അരുമേലി, ഫേമസ് യൂട്യൂബ് വ്ളോഗറാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ സൂപ്പർ അമ്മയും മകളും എന്ന ഫ്ലോറിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡില് സാഹസിക വരനെ ആവശ്യം വന്നിട്ടുണ്ടെന്നൊരു പരസ്യം കണ്ടു. ആ വീഡിയോ ശ്വാസിക്ക് ഓർമ്മയില്ല. ഒരു മിനിറ്റ്, ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കും. കഴിഞ്ഞ എപ്പിസോഡ് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണും. ഒന്നുകൂടെ ഓർത്തെടുക്കൂ. ഇങ്ങനത്തെ ചെക്കൻ വേണം എന്ന് അമ്മ മാത്രം പറഞ്ഞാൽ മതി. നല്ല ചെക്കനായിരിക്കണം, നല്ല ഒരു ജോലി, നല്ല ഇത് വേണം. ഗവൺമെന്റ് സർവന്റോ അല്ലാതെ ഒരു പെർമനന്റ് വരുമാനമുള്ള ഒരു ചെക്കൻ. പിന്നെ നല്ല സ്നേഹിക്കുന്നതിലും ഈ പ്രൊഫഷനോടുള്ള ഒരു ഇഷ്ടമുള്ള റെസ്പെക്റ്റ് ഉള്ള ഒരാള്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ക്രൈറ്റീരിയ നമ്മുടെ സ്വാസുവിന്റെ വരന്റെ. അപ്പൊ നിങ്ങൾക്ക് അമൃത ടിവിന്റെ അഡ്രസ്സും പോസ്റ്റൽ അഡ്രസ് എല്ലാം ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, ഇമെയിൽ അഡ്രസ് ഉണ്ട്. നിങ്ങൾ ആരാർക്കെ ഇത് ഈ നമ്മുടെ ശുണ്ട്രി വാവേനെ ഇഷ്ടപ്പെട്ടിന് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോവും നിങ്ങളുടെ ബയോഡാറ്റ വെച്ചിട്ട് എല്ലാവരും അയക്കണം. നമ്മളുടെ സൂപ്പർ അമ്മയും മകളുടെയും ഈ റിയാലിറ്റി ഷോന്റെ ഫിനാലയിൽ നമ്മൾ സ്വാസിക്കേനെ കല്യാണം കഴിപ്പിക്കാൻ പോവാണ്. അല്ല, ലിബിന് ഇങ്ങനെ ഇത് കണ്ടോണ്ടാണ് ഓടി വന്നത്. ശോഭന മേഡത്തെ പോലെ നല്ല അടിപൊളിയായിട്ട് ക്ലാസിക്കൽ ഡാൻസർ ചെയ്യും. ഞാൻ എന്നും യൂട്യൂബിലൊക്കെ അടുത്ത സ്വാസിയ ആണ് മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്നത് ക്ലാസിക്കൽ ഡാൻസ്. അല്ല, അതൊക്കെ ഓക്കെ. പക്ഷെ എനിക്ക് എന്താ ഒരു പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ആളിൽ ഉണ്ടോന്ന് അറിയണ്ടേ? അല്ല, അതല്ല, അത് മാത്രല്ല, ആന്റി സെലക്ട് ചെയ്ത ആന്റി സെലക്ട് ചെയ്തോ? അതൊക്കെ നടന്നു. അത് ശരി. അപ്പൊ റിയലി ഞാൻ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. റിയലി ഐ ലവ് യു. വിൽ യു മാരി മീ? അത് ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞാ പോരെ? തീർച്ചയായും ആലോചിക്കാം. ഒരു ഫോട്ടോ എടുത്താലോ? തീർച്ചയായും ഒരു ഫോട്ടോ. ഫോട്ടോ അതല്ല, മനസ്സിൽ അതല്ല ഫോട്ടോ എടുക്കുമ്പോ എപ്പോഴും ഇങ്ങനെയാണ് കാണിക്കണ്ടേ? അത് ഓഡിയൻസിനെ നമ്മള്. അപ്പൊ ഭാര്യ അല്ല, അപ്പൊ ലിബിന്റെ ഭാര്യയെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോ എങ്ങനെ ചെയ്യണം? അല്ല, എന്നോടൊപ്പം തന്നെ ആ എനർജിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ. അപ്പൊ ഒന്നുകൂടി ഒരു ഫോട്ടോ. മാച്ചിങ്, ഇതാണ് പറയാ 36 പൊരുത്തം മാച്ച്. അല്ല, പക്ഷെ എനിക്ക് ഒന്നുകൂടി അറിയണം. അതായത് എനിക്ക് ഡാൻസ് നന്നായി ചെയ്യുന്ന ആള് വേണം. എനിക്ക് ക്ലാസിക്കലായിട്ട് ചെയ്തിട്ടില്ല. അല്ല, ക്ലാസിക്കൽ വേണ്ട. അല്ല, ലിബിൻ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ ശ്രീനിവാസൻ ചേട്ടൻ, കാർത്തിക ചേച്ചിയുടെ കുറെ നടക്കുന്ന സോങ്ങാണ് ഇഷ്ടം, ഫേവറേറ്റ്. അപ്പൊ എന്നോടൊപ്പം സഹകരിക്കാം. പാട്ടിടട്ടെ? പാട്ട് പ്ലേ ചെയ്യൂ. Come on guys, let's play. Play the music guys. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. അപ്പൊ ഡാൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നല്ല താളബോധമുണ്ട്, നല്ല എക്സ്പ്രസീവ് ആണ്.
എവിടെ നിന്ന് ഇത്ര ഭംഗിയായിട്ട് അഭിനയിക്കാൻ പറ്റുന്നു? ഞങ്ങൾ സിനിമകളെല്ലാം നിശ്ചലമാരെ കാണാറുണ്ടായിരുന്നു. എല്ലാ മലയാള സിനിമയിലെ എല്ലാ ആക്ടേഴ്സിന്റെയും ഓരോ ടാലന്റ് നല്ല അധികം രസകരമാണ്, എന്റർടൈനർ ആണ്. അത് കണ്ടു പഠിച്ചാണ് ഇങ്ങനെ ഇൻസ്പിറേഷൻ ആണ്. ഇനി നമുക്ക് ഡയലോഗ് കാണാം. അപ്പൊ അങ്ങനെ ഡയലോഗ് സുരേഷ് ഗോപി സാറിന്റെ ഡയലോഗ് വിത്ത് എനിക്കറിയാവുന്ന പോലെ തന്നെ അവരുടെ മോഷൻ. മോഷനോ? സുരേഷ് ഗോപിയുടെ അല്ല, ഇമോഷൻ. അത് മോഷൻ. യെസ്, തുടങ്ങിക്കോളൂ. ഓർമ്മയുണ്ടോ ഈ മുഖം? പുള്ള മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദ്യവും അരച്ച് കലക്കി കുടിച്ച പോലുള്ള ഇരപ്പാളികൾക്ക് പേര് ചേരില്ല. ഐ ആം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ്. വെരി ഗുഡ്. ഇത് ഓക്കെ, പഠിക്കാനുണ്ട്, കുറച്ചുകൂടി പഠിക്കാനുണ്ട്. കാരണം ഞാൻ പഠിപ്പിച്ചോളാം, എനിക്കറിയാലോ ഡയലോഗ്, പിന്നെ ഞാൻ പറയുമല്ലോ. അപ്പൊ നമുക്ക് പഠിക്കാം, നമുക്ക് ഒരുമിച്ചിരുന്ന്. ജനാർദ്ദൻ ചേട്ടന്റെ സൗണ്ട് വോയിസ് മാത്രം ചെയ്യാം. റാഞ്ചി റാവ് സ്പീക്ക്. എന്താടാ നിന്റെ പേര് പൊന്നമ്പരല്ലടാ, നീ തക്കമല്ല് നദി തക്കം പൊട്ടച്ചോറയും കൊണ്ട് കൊട്ടാരം നടിച്ചു. എടാ സുന്ദരേശ, എടാ നിന്റെ പേര് മരണനോ? നീ ഒരു കാര്യം ചെയ്യുക, അലക്കാതെ കൊടുക്കുന്ന തുണിയെല്ലാം പെട്ടെന്ന് അലക്കോ. പെട്ടെന്ന് തോന്നോ, അടുത്ത പണി തരാം. ഇത് പൊളിച്ചു. ഇത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. സൂപ്പർ, ഇഷ്ടപ്പെട്ടു. ഇനി ഒരെണ്ണം കൂടി പാട്ട് പാടണം എനിക്ക്. മണിച്ചേട്ടന് വേണ്ടിയിട്ട് നാടൻ പാട്ടിന് ഒരു ഫ്യൂഷൻ. മണിച്ചേട്ടന്റെ പാട്ട് കേട്ട് എനിക്ക് രാവിലെ എഴുന്നേക്കണം, രാത്രി ഉറങ്ങണം, ഉച്ചയ്ക്ക് ചോറുണ്ടണം. പറ്റുമോ? ഡെഫിനറ്റ്ലി, തീർച്ചയായും. ഓഡിയൻസിനോട് പറ. കമാൺ ഗൈസ്, ഉറപ്പായും സാസി ചേച്ചിനെ സോറി സാസികനെ തീർച്ചയായും എല്ലാ ടെൻഷൻ മാറ്റുന്ന എന്റർടൈൻ ആക്കുന്ന മ്യൂസിക്കൽ വിരുന്ന് തന്നെ ഞാൻ ലൈഫ് ജീവിതം കൊടുക്കും. സെലിബ്രേഷൻ ചെയ്യുന്ന സൂപ്പർ ലൈഫ് ഞാൻ ഡെഡിക്കേഷൻ ചെയ്യുന്നു. അപ്പൊ പാട്ട് പാടാം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്മല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. മീനും കൊണ്ട് 5-6 വെട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയേ ഞാൻ. മീനും കൊണ്ട് 5-6 വെട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയേ ഞാൻ. നേരം പോയ മീനും ചിഞ്ഞ് അന്നത്തെ ചിക്കച്ചോടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. വെരി ഗുഡ്, സൂപ്പർ. അടുത്ത സ്വാസിയെ കല്യാണം കഴിക്കാനുള്ള എല്ലാ അത്യാവശ്യം വേണ്ട ക്വാളിറ്റീസ് എല്ലാം. അതെ, സ്വാസിക്ക് എന്നെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഫാമിലിയുമായിട്ടും ആലോചിച്ച് നമുക്ക് മുഹൂർത്തം കുറിച്ചേക്കാം. രാഹുകാലം അല്ല, അതല്ല ലിബിൻ, വേറെ പെണ്ണുങ്ങൾ വിളിക്കുമ്പം കേക്കണം കേട്ടോ. എത്ര നേരായിട്ട് വിളിക്കുന്നുണ്ട്. ഈ എന്റെ ജീവിതത്തില് ശോഭന മേഡം കഴിഞ്ഞാൽ അതേ ടാലന്റ് ഉള്ളത് സ്വാസിയെ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി ആരെന്ത് പറഞ്ഞാലും പെർഫെക്റ്റ് ക്ലാസിക്കൽ ഡാൻസർ ആണ് ഈ കേരളത്തിൽ തന്നെ. എനിക്ക് ഇനി ഞാൻ പറയട്ടെ ലിബിൻ, ഒന്ന് അടുത്ത് വരൂ, കുറച്ചും കൂടി അടുത്ത് വരൂ. ഇനി സ്വാസിക്കേന്റെ കണ്ണട മാറ്റൂ. ഇനി 36 കണ്ണിൽ നോക്കിയിട്ട് 2 വരി എന്തെങ്കിലും ഒരു ഡയലോഗ്, നല്ലൊരു റൊമാൻറ്റിക് ഡയലോഗ്. അതാണ് അവസാനത്തെ ടെസ്റ്റ്. നിന്റെ കണ്ണിൽ നോക്കി മനസ്സിൽ തോന്നണ വാക്കുകൾ പറയരുത്. അടുത്ത് പോകും. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഐഷയും ഞാനുമായി നടന്നു. വടക്കുന്നിന്ന് കണ്ണല്ല, എന്റെ കണ്ണ്. വടക്കുന്നിന്ന് എന്നോ വീട്ടിൽ നിന്ന് ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റ് തട്ടത്തി കടന്നു പോയി. അപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചു, മറ്റൊരുത്തന്നെ ഞാൻ ഇവിടെ കെട്ടുകൊടുക്കുകയല്ല, ഇവളെ എന്റെ മാത്രമാണ്. റിയൽ ഐ ലവ് യു സാസിക. സൂപ്പർ. എന്തായാലും ശ്വേതാജി, ഈ ആളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിലും ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കലാകാരനാണ്. അതായത് ഇപ്പൊ നമ്മളെ ഒരു 10 മിനിറ്റിൽ നമ്മളെ ചിരിപ്പിച്ചു. അല്ല, ലിബിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്താ അറിയാ, എല്ലാ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിലും അതില് സന്തോഷം, അതിലെങ്ങനെ അത് പോസിറ്റീവ് ആക്കുന്നു, അതാണ് ലിബിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ലിബിൻ
ഓൾ ദ വെരി Thank you so ബെസ്റ്റ്. much. ലിബിൻ സൂപ്പർ. ഓപ്പോസിറ്റ് രക്തമല്ലേ അത്? അയ്യപ്പ സ്വാമിയുടെ അഭിമാനമുള്ള നാട്ടിൽ ജനിച്ച അതാണ്. മണികണ്ഠ രാജകുമാരന്റെ നാട്ടിൽ ജനിച്ച ഭാഗ്യവും അനുഗ്രഹമാണ്. ആ സ്വാമിയെ ശരണമയ്യപ്പ തത്വമസി മണികണ്ഠ രാജകുമാരൻ നീണാൾ വാഴട്ടെ. എന്തായാലും ഈ എനർജി എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം. അതായത് ലിബിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ ഉണ്ടാവും. അവരെല്ലാവരും ലിബിന്റെ ഈ ക്വാളിറ്റി ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. കാരണം ഭയങ്കര എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്നു, ചിരിപ്പിക്കുന്നു. അതായത് മനസ്സിൽ തോന്നുന്ന കാര്യം അത് ഭയങ്കര ശരി തെറ്റ് അങ്ങനെയൊന്നും ആലോചിക്കാതെ ആ കല എന്താണോ മനസ്സിലുള്ളത് അത് പ്രകടിപ്പിക്കുന്നു. എന്തായാലും എല്ലാം ശരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലിബിനെ. അതായത് എല്ലാം കൊണ്ടും എൻ്റെ ഒരു എനർജിക്ക് അല്ലെങ്കിൽ എൻ്റെ താന്നു പോകുന്ന എനർജിയൊക്കെ ഭയങ്കര ഹൈ ആക്കുന്ന നല്ലൊരാളാണ്. പക്ഷെ എൻ്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സാരമില്ല, ഞാൻ ഇവിടെ വേദിയിൽ കിട്ടിയത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ എന്തായാലും ഞാൻ വേറൊരാളെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോ അല്ല നമുക്ക് ആലോചിക്കാമായിരുന്നു എന്ന്. ആയിരുന്നു. പക്ഷെ എന്തായാലും ഞങ്ങളുടെ സൂപ്പർ അമ്മയും മകളുടെ വേദിയിൽ വന്ന് നമ്മളെ എല്ലാവരെയും ചിരിപ്പിച്ചതിന് താങ്ക് യു സോ താങ്ക് യു മച്ച്. സോ മച്ച്. അതിന് കയ്യ്. ആ എന്ത് പറ്റി? അതല്ല, എനിക്കും വേണമല്ലോ ഒരു മുംതാസ് മകൾ. അപ്പൊ അവരെന്ത് വിചാരിക്കും? ലിബിൻ പറയുന്ന ഞാൻ ഒരു മുംതാസിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവര് വിചാരിക്കുമല്ലോ. ഒന്നുമില്ല, ഒരു ചേച്ചി എന്ന നിലയിൽ ചേച്ചി ഒരു ബ്രദർ. എന്റെ കുഞ്ഞനിയൻ. എനിക്ക് India is my country, all Indians are my brothers and sisters. भारत माता देश के सभी भारतीय मेरा भाई और बहन है. मैं बहन हूँ आज से